ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇസ്രായേൽ ഇറാൻ യുദ്ധം, അമേരിക്ക ഇറാനെ നേരിട്ട് ആക്രമിച്ചത് ഇന്ത്യൻ മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലും ഒന്നടങ്കം നെഗറ്റീവായ രീതിയിൽ റിയാക്ട് ചെയ്യപ്പെട്ടു. നിഫ്റ്റി അതിൻ്റെ സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള 25,000 താഴെ നിഫ്റ്റി പോയി. നിഫ്റ്റി മാത്രമല്ല, സെൻസെക്സും ഏകദേശം ഒരു 500 അടുത്ത് പോയിൻറ്റിൻ്റെ ഇടിവ് രേഖപ്പെടുത്തി. ഐ ടി സെക്ടറിൽ ശക്തമായിട്ടുള്ളൊരു ഇടിവുണ്ടായിരുന്നു. ഐ ടി സെക്ടറിൽ നിന്ന് ടെക്കമ്മും HCL ടെക്കും ഇൻഫോസിസും ഇടിവ് രേഖപ്പെടുത്തി. ഓട്ടോമൊബൈൽ സെക്ടറിലും നല്ലൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. ഹീറോ മോട്ടോ കോർപ്പും M&M ആണ് നിഫ്റ്റി 50-ൽ ഇടിവ് രേഖപ്പെടുത്തിയ ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്നുള്ള കമ്പനീസ്. ഇന്ന് ഡിഫൻസ് സ്റ്റോക്കുകൾ ശക്തമായ നിലയിൽ റാലി രേഖപ്പെടുത്തി. ബി എല്ലിന് ഡിഫൻസ് മിനിസ്ട്രിയുടെ ഭാഗത്തുനിന്ന് ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മിഡ് ക്യാപ്പ് സെക്ടറിൽ നിന്ന് പാരാസ് ഡിഫൻസ് എല്ലാം തന്നെ 5% റാലി രേഖപ്പെടുത്തി. കൂടാതെ കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലെയുള്ള കമ്പനീസ് 2%, ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സ് 5%-ലേറെ റാലി രേഖപ്പെടുത്തി. ഐഡിയ ഫോർജ് സ്റ്റോക്ക് ശക്തമായ നിലയിൽ നിലകൊണ്ടു. മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ ഭാഗത്തു നിന്ന് ഇവർക്കും ഒരു ഓർഡർ ലഭിച്ചു. ഐ ടി സെക്ടറിൽ നിന്നുള്ളൊരു സെല്ലിംഗ് പ്രഷർ, അസഞ്ചറിൻ്റെ മോശം റിസൾട്ടിന് ശേഷം ഇൻഫോസിസ് ഓൾറെഡി തന്നെ ADRൽ ഫോൾ രേഖപ്പെടുത്തിയിരുന്നു. അത് തന്നെ ഇന്നും ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻഫോസിസ് റിയാക്ട് ചെയ്തു. ഡയഗ്നോസ്റ്റിക് രംഗത്തേക്ക് ആമസോൺ കടന്നു വരികയാണെന്നുള്ള ന്യൂസ്. ഈ ഡയഗ്നോസ്റ്റിക് രംഗത്തെ ലീഡിംഗ് കമ്പനിയായിട്ടുള്ള ഡോക്ടർ ലൽപത് ലാബ് സ്റ്റോക്ക് നിന്ന് ഫോൾ രേഖപ്പെടുത്തി. സി എൻ്റർടൈൻമെൻറ്റ് കമ്പനി ഇവരുടെ മീഡിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായിട്ടുള്ള ZEE5 അത് പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട് എന്നുള്ള ന്യൂസ്. സി എൻ്റർടൈൻമെൻറ്റ് സ്റ്റോക്ക് നിന്ന് പോസിറ്റീവ് റിയാക്ട് ചെയ്തു. ഇൻഡിഗോയും നിഫ്റ്റി 50-ലേക്ക് ഇടം പിടിച്ചേക്കാമെന്നുള്ള ന്യൂസ് കാരണം BSE നിഫ്റ്റി 100-ലേക്ക് ഇടം പിടിച്ചേക്കാമെന്നുള്ള ന്യൂസ് കാരണം ഇൻഡിഗോയും BSEയും പോസിറ്റീവായിട്ട് നിലകൊണ്ടു. ഇസ്രായേൽ വാറിൽ നമ്മൾ USA നേരിട്ട് ഇറാനെ ആക്രമിക്കുന്ന സമയത്ത് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ അത് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അത് അത്ര പോസിറ്റീവായിട്ടുള്ള കാര്യമല്ല, നെഗറ്റീവായ രീതിയിൽ റിയാക്ട് ചെയ്യും. നിഫ്റ്റി അതിശക്തമായ രീതിയിൽ വോളറ്റൈലായിട്ടാണ് ഇന്ന് അതിനെ റിയാക്ട് ചെയ്യപ്പെട്ടത്. ഇതിൻ്റെ പ്രധാന കാരണം ഗൾഫ് റീജിയനിലും അല്ലെങ്കിൽ ഗ്ലോബലി തന്നെയും ഒപെക് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഓയിൽ കോൺട്രിബ്യൂഷൻ മാനുഫാക്ചർ നടത്തുന്ന ടോപ്പ് 10 രാജ്യങ്ങളിലൊരു രാജ്യമാണ് ഇറാൻ. കൂടാതെ തന്നെ ഗൾഫ് റീജിയനിൽ നിന്ന് ഈ ക്രൂഡെല്ലാം തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാൻ്റെ അധീനതയിൽ ഉള്ളതാണ്. ആണവ രാജ്യമാണെന്നാണ് ഇറാൻ്റെ അവകാശവാദം. IAEA കോർപ്പറേഷൻ, അതായത് ഇൻ്റർനാഷണൽ അറ്റോമിക് കോർപ്പറേഷനിൽ നിന്ന് ഈ ഇറാൻ സസ്പെൻഡ് ചെയ്യും, ഈ ഒരു കോർപ്പറേഷനായിട്ടുള്ള സഹകരണം സസ്പെൻഡ് ചെയ്യുമെന്നുള്ള ന്യൂസ് സെയിം ടൈം ഉണ്ട്. കൂടാതെ ഇറാൻ്റെ കാര്യമന്ത്രി റഷ്യ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ റഷ്യയുടെ സഹായം കിട്ടുമോ എന്നുള്ള ഒരു കാര്യങ്ങളെല്ലാം തന്നെ തേടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലേക്ക് പോകുകയാണെങ്കിൽ ഇപ്പോൾ ഇസ്രായേലിനൊപ്പം തന്നെ US ചേർന്ന പോലെ തന്നെ ഇറാൻ്റെ ഒപ്പം റഷ്യ ഭാഗികമായിട്ട് ചേർന്നില്ലെങ്കിൽ കൂടിയും ആയുധങ്ങൾ കൊടുത്താൽ തന്നെ യുദ്ധം കുറച്ചും കൂടി മൂർച്ഛിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. നിഫ്റ്റിയിലേക്ക് വരാം. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. വലിയ തോതിൽ വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു. നിഫ്റ്റിയിൽ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തു, 24,800 ടെസ്റ്റ് ചെയ്തു, 220 പോയിൻ്റ് റാലി രേഖപ്പെടുത്തി. ശേഷം 24,958 ക്ലോസ് നടത്തി. നേരെ ഗ്ലോബൽ മാർക്കറ്റ് കാണാം. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും താഴെ. FTSE, CAC 40, ഡാക്സ്, ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ നെഗറ്റീവാണ്. ഇന്ത്യ വിക്സ് കാണാം, 2% സ്പൈക്ക് രേഖപ്പെടുത്തി. ഡോ ഫ്യൂച്ചർ 54 പോയിൻറ്റ് മൈനസാണ്. ജപ്പാൻ മാർക്കറ്റും കൊറിയ എല്ലാം തന്നെ ഇടിവ് രേഖപ്പെടുത്തി. ഷാങ്ഹായ്, ചൈന പോസിറ്റീവായിരുന്നു. ഓസ്ട്രേലിയ നെഗറ്റീവായിരുന്നു. ഗോൾഡ് ഇന്ന് $3,362 ബ്രന്റ് ഓയിൽ 75. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ്കോയിനും വോളറ്റൈലായ രീതിയിൽ നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ എൻ്റെ മാർക്കറ്റ് വോളറ്റൈലാണ്. അപ്പോൾ പല സമയങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേൽ ഓൾ ടൈം ഹൈ ആണ്. പക്ഷേ യുദ്ധം കാരണം US മാർക്കറ്റ് ഇടിയുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രൂഡ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യൻ മാർക്കറ്റും അതിൻ്റെ ഒരു നെഗറ്റീവ് റിയാക്ഷൻ നമ്മൾ കണ്ടു. സ്റ്റോക്കുകളുടെ സ്പെസിഫിക് വാർത്തകളിലേക്ക് പോകുകയാണെങ്കിൽ ACME സോളാർ കമ്പനിക്ക് 1,072 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. സെൻടെക് കമ്പനി ഇവർ UAE സ്പേസ് എന്ന് പറയുന്ന കമ്പനിയായിട്ട് എയ്റോസ്പേസ് സഹകരണം നടത്താൻ തീരുമാനമായി. അദാനി എൻ്റർപ്രൈസസ് കമ്പനി അവരുടെ ഫസ്റ്റ് ഹൈഡ്രജൻ പൈലറ്റ് പ്ലാന്റ് കമ്മീഷൻ ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. സോളാർ ഇൻഡസ്ട്രീസ് കമ്പനി 158 കോടി രൂപയുടെ ഓർഡർ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. NBCC കമ്പനി
മീററ്റ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് കമ്പനിക്ക് 300 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഭാരത് ഫോർജ് കമ്പനി ഇവർക്ക് ഇവരുടെ ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തു നിന്ന് പുതിയ ഓർഡർ ലഭിച്ചു. റിലയൻസ് ഇൻഫ്ര കമ്പനി 273 കോടി രൂപയുടെ ലോൺ യെസ് ബാങ്കിൽ നിന്ന് സാങ്ഷനായി. ഹോസ്പിറ്റാലിറ്റി കമ്പനിയായിട്ടുള്ള ലെമൺ ട്രീ കമ്പനി പഞ്ചാബിൽ അവരുടെ പുതിയ പ്രോപ്പർട്ടി അവർ ലോഞ്ച് ചെയ്യുന്നു. ആകാശ് എക്സ്പ്ലോറേഷൻ കമ്പനി 33 കോടി രൂപയുടെ ഓർഡർ കിട്ടി. കോൾ ഇന്ത്യ കമ്പനി അവരുടെ പുതിയ മൈനിങ് പ്രൊഡക്ഷൻ കമ്പനി ആരംഭിക്കുന്നു എന്നുള്ള ന്യൂസ്. CCL പ്രൊഡക്റ്റ് കമ്പനി കോഫിയുടെ എല്ലാം തന്നെ എക്സ്പോർട്ട് 125% ഇയർ ഓൺ ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പനി ഉയർത്തി എന്നുള്ളതാണ് ന്യൂസുകൾ. ഇപ്പോൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ കാര്യങ്ങൾ അത്ര പന്തിയില്ലാത്ത രീതിയിലാണ് പോകുന്നത്. മാർക്കറ്റ്, ഇന്ത്യൻ മാർക്കറ്റ് എസ്പെഷ്യലി ഇത്രയധികം ബുള്ളിഷായിട്ട് പോയതിൻ്റെ പ്രധാന കാരണം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളുടെ FIIസും DIIസും ഇന്ത്യൻ മാർക്കറ്റിൽ ബയേഴ്സായിരുന്നു. 5 ദിവസത്തിൽ ഒരു ദിവസം മാത്രമാണ് FIIs സെല്ല് നടത്തിയിട്ടുള്ളൂ, ഒരു ദിവസം മാത്രമാണ് DIIസും സെല്ല് നടത്തിയിട്ടുള്ളൂ. ബാക്കി 4 ദിവസവും FIIസും DIIസും ഇന്ത്യൻ മാർക്കറ്റിൽ കനത്ത രീതിയിൽ ബൈയിങ് നടത്തുന്നത് കൊണ്ടാണ് മാർക്കറ്റ് അതിൻ്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 26,300 നിന്ന് ഏകദേശം 1,300 പോയിൻ്റ് താഴെ 25,000 എന്ന റേഞ്ചിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം തന്നെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇപ്പോഴുള്ള ഈ ഒരു FIIസിൻ്റെ ബൈയിങ് നമ്മളുടെ GDP ഫോർകാസ്റ്റൊക്കെ 6.7 എന്ന ബേസ് ലൈനിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് FIIs ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് നടത്തുന്നതെങ്കിൽ ക്രൂഡ് പ്രൈസ് കൂടുമ്പോൾ ഇതിനെല്ലാം തന്നെ മാറ്റങ്ങൾ വന്നേക്കാം. നമ്മളുടെ ഇൻഫ്ലേഷൻ 4.3യിലും അതിൽ മാറ്റങ്ങൾ വന്നേക്കാം. അപ്പോൾ യുദ്ധം തുടരുന്നത് ഇന്ത്യക്ക് അത് ഗുണകരമല്ല. പല ആളുകളും പറയാറുണ്ട് ഇസ്രായേൽ മാർക്കറ്റ് ഓൾ ടൈം ഹൈ ആണ്, ഇന്ത്യക്ക് എന്താണ് പ്രശ്നമെന്ന്. പ്രധാന പ്രശ്നം ഇതാണ്, ക്രൂഡ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന രാജ്യത്തിൽ ഇന്ത്യ, ചൈനയെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയാണ്. അപ്പോൾ നാളെ കാണാം. താങ്ക് യു.